1920 കാലഘട്ടത്തിലും 1950 ശബരിമലയിൽ തീപിടുത്തമുണ്ടായി. എന്നാൽ അതിനുശേഷം വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ശബരിമല പോവുകയായിരുന്നു. 1998 ആകുമ്പോൾ വിജയ് മല്യ എന്നറിയപ്പെടുന്ന, പിന്നെ അദ്ദേഹം വലിയ ദാരിദ്ര്യത്തിലേക്ക് പോയി ജയിലിലേക്ക് കടന്നു, വളരെ വലിയ പ്രശ്നമായി. എന്തായാലും വിജയ് മല്യ 30 കിലോ സ്വർണം അവിടെ കൊടുത്തു ശബരിമലയിൽ. അതിൻ്റെ ഭാഗമായി ദ്വാരപാല വിഗ്രഹവും വാതിൽപ്പാളിയും കട്ടളയും അടക്കമുള്ള എല്ലാം സ്വർണം പൂശുന്നതിനുള്ള 30 കിലോ സ്വർണം അവിടെ കൊടുക്കുന്നു. 2019 ആകുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾക്ക്, പത്മകുമാർ അടക്കമുള്ളവർക്ക്, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ടീമിന് ഒരു ഉൾവിളി ഉണ്ടാകുന്നു. ആ ഉൾവിളി ഉണ്ടാകാൻ കാരണം ശബരിമലയിൽ കഴകക്കാരനായിട്ടോ അല്ലെങ്കിൽ വളരെ സാധാരണ ജോലി ചെയ്യുന്ന സഹായിയായിട്ടൊക്കെ നിന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ, തിരുവനന്തപുരം പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു പോറ്റി, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ചെറിയ പൂജയായിട്ടൊക്കെ നിന്ന് അദ്ദേഹത്തെ ഈ ശബരിമലയിൽ ഈ കീഴ്ശാന്തിമാരെ സഹായിക്കാനുള്ള, അമ്പലത്തിൽ കയറാൻ കഴിയില്ല, സഹായിക്കാനുള്ള ആളായിട്ട് അവിടെ വച്ചു. എന്നിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ ബന്ധങ്ങളുണ്ടാക്കി, തന്ത്രിയുമായും പോറ്റിയുമായിട്ടൊക്കെ വലിയ ബന്ധങ്ങളുണ്ടാക്കി, രാഷ്ട്രീയ നേതൃത്വ ബന്ധങ്ങളുണ്ടാക്കി. തരികിട കാണിച്ചപ്പോൾ അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് നേരെ ബാംഗ്ലൂരിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം പോറ്റി പോകുകയും പിന്നെ പോറ്റിയുടെ വസന്തകാലമാണ് നടക്കുന്നത്. 2019 ആകുമ്പോൾ പോറ്റി വളരെ വലിയ തോതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനുമായും ഹൈദരാബാദിലെ ഏജൻസിയുമായും ബാംഗ്ലൂർ ഏജൻസിയുമായും സ്വർണ്ണ വ്യാപാരികളുമായിട്ടൊക്കെ വലിയ ബന്ധം വെച്ചു. രാഷ്ട്രീയക്കാരുമായും ബന്ധമായി, തന്ത്രിയുമായി ബന്ധമായി, ദേവസ്വം ബോർഡ്, അങ്ങനെ ദേവസ്വം ബോർഡുമായി ബന്ധമായി. അപ്പം ദേവസ്വം ബോർഡ്, തന്ത്രി, രാഷ്ട്രീയക്കാർ, സ്വർണ്ണ വ്യാപാരികൾ, ഈ 4 സംഘത്തെയും 4 തൂണുകളായി നിർത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പണി തുടങ്ങി. 2019 അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുള്ള ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദ്വാരപാല വിഗ്രഹത്തിൻ്റെയും ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടുപോയ വിവിധ കാര്യങ്ങളും ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോയി. എന്നാൽ ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോകരുത് എന്നാണ് നിയമം. അവിടെ അറ്റകുറ്റപ്പണികൾ ക്ഷേത്രത്തിൽ ആശാരിമാരെ അല്ലെ ആചാര്യമാരെയൊക്കെ വിളിച്ച് അവിടെ ചെയ്യണമെന്നാണ്. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി. 10-40 ദിവസം അത് വാഹനത്തിലൊക്കെ കൊണ്ടുപോയി, ഈ പറയുന്ന പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോഴും അത് പൂർത്തീകരിച്ച് കൊണ്ടുവരുന്ന സമയത്തുമൊക്കെ ജയറാം ഉൾപ്പെടെയുള്ളവർ പലരുടെയും മൂവാറ്റുപുഴയിലെ മുതലാളിയുടെ വീട്ടിലുമൊക്കെ വെച്ച് പൂജകളൊക്കെ നടത്തി. ഇത് വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. 2025 ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർക്ക് ഇതിൽ ചില സംശയങ്ങൾ തോന്നി. അദ്ദേഹം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഈ റിപ്പോർട്ടിൽ ശ്രീകോവിലിൻ്റെ വാതിൽ, പ്രഭാമണ്ഡലം, ദ്വാരപാലക വിഗ്രഹങ്ങൾ, അഷ്ടപാലക വിഗ്രഹങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേണം, ശാസ്ത്രീയ പരിശോധന വേണമെന്ന് തീരുമാനിക്കുന്നു. 2025 തന്നെ ഒരു 26, അതായത് 25 അവസാനം 26 SIT ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വെങ്കടേഷ് IPS വെച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. അവർ 2026 ജനുവരി മുതൽ അറസ്റ്റുകൾ തുടങ്ങി. കേസുമായി ബന്ധപ്പെടുത്തി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ കാലയളവിൽ കേരളത്തിൽ വന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ 33 സ്ഥലങ്ങളിൽ ഒരേ സമയം ED റെയ്ഡ് ചെയ്തു. ഫെബ്രുവരി ആകുമ്പോൾ, ഫെബ്രുവരി തൊട്ട് ജൂൺ വരെ ഒരു കണക്കെടുത്താൽ വലിയ തോതിൽ ഒരുപാട് പിന്നെ അറസ്റ്റുകളുണ്ടായി. ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറും പിന്നെ പ്രസിഡന്റ് ഓഫ് ഭാരതി N. വാസു, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ കോന്നി MLA ആയിരുന്നു നേരത്തെ. പത്മകുമാർ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അപ്പോൾ പത്മകുമാർ, മുരാരി ബാബു, അങ്ങനെ തുടങ്ങി ജയശ്രീ, അങ്ങനെ കമ്മീഷണർമാരും സെക്രട്ടറിമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും, വിജയകുമാർ ദേവസ്വം ബോർഡ് അംഗം, നിരവധി ആളുകൾ ആരെല്ലാം ഉണ്ടോ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും 90 ദിവസത്തിനകത്ത് കുറ്റപത്രം നൽകാൻ കഴിയാത്തതുകൊണ്ട് അവരെല്ലാം പുറത്തിറങ്ങുകയും ചെയ്തു. ഇതിൽ രാജീവ് കണ്ഠരരു എന്ന് പറയുന്ന തന്ത്രിയും അകത്ത് കടന്നു. പക്ഷേ അവരെല്ലാം 90 ദിവസത്തിൻ്റെ ആനുകൂല്യത്തിൽ പുറത്തിറങ്ങി. എന്നാൽ അതേസമയം ഇത് ഇപ്പോഴും ഈ കേസ് നടക്കുന്നു. ഈ കേസിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ഒരു നാൾവഴി PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ വളരെ രസകരമായ ഒരു കാര്യമാണ്. 98-99 കാലഘട്ടം മുതൽ അവിടെ നടന്ന വഴിപാടും അവിടെ കിട്ടിയ
സ്വർണവും 2019 ആണ് ഇത് പുറത്തു കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. 25 വിവാദങ്ങൾ വരുന്നു. SIT അന്വേഷിക്കുന്നു. സ്വർണം എവിടെ പോയി, ഉരുക്കി വിറ്റോ, മൊത്തമായി വിറ്റോ, ഭാഗികമായി വിറ്റോ, ആരൊക്കെ ഇതിൽ പങ്കാളികളാണ്, ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കോ ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്. സ്വർണ്ണ കവചത്തിൻ്റെ സാമ്പിളുകളെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി യഥാർത്ഥ സ്വർണ്ണപ്പാളി നീക്കം ചെയ്ത് അതിന് പകരം വളരെ നേർത്ത പാളി ഉപയോഗിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ അന്വേഷണത്തിൻ്റെ പ്രധാന തെളിവുകളായി SIT കോടതി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മാസത്തിൽ കോടതി റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ രസകരമായ കാര്യങ്ങളാണ് വരുന്നത്. ശക്തമായ ഇടപെടലാണ് ഹൈക്കോടതിയിൽ നിന്നുള്ളത്. 1 മാസത്തിനകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് SIT ഹൈക്കോടതി അറിയിച്ചു. ഏകദേശം 4.5 കിലോ സ്വർണത്തിൻ്റെ കുറവാണ് കണ്ടുപിടിച്ചത്. 30 കിലോ സ്വർണത്തിൽ അറ്റകുറ്റപ്പണിയുടെ മറവിൽ സ്വർണം നീക്കം ചെയ്തിട്ടുണ്ടോ, അത് വിറ്റതാണോ, ആരൊക്കെയാണ് ഉത്തരവാദികൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ വരേണ്ടതുണ്ട്. ദേവസ്വം കമ്മീഷണറുടെ ഒരു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ടാണ് ഈ അപാകതകളെല്ലാം പുറത്തു വന്നത്. അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഹൈക്കോടതി ശക്തമായി ഇടപെടുകയാണ് ചെയ്തത്. ഇതാണ് ഇതിനെ സംബന്ധിക്കുന്ന ഒരു നാൾവഴി. എന്തായാലും ശബരിമല കേസ് വളരെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിലേറ്റവും അവസാനമായി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 99 തുടങ്ങിയ കാര്യം പ്രശാന്തിനെ എന്തിനെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 99 പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് അല്ല. പക്ഷേ 2025 ഇതിന് സമാനമായി ഈ സ്വർണം പുറത്തു കൊടുത്തു വിടാനും 99 കൊടുത്തു വിട്ടതിൻ്റെ വിവാദം അറിയാമായിരുന്നിട്ടും അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും 2025 ചുമതലപ്പെടുത്താൻ കൃത്യമായി പ്രശാന്ത് തീരുമാനിച്ചു എന്നിടത്താണ് പ്രശാന്ത് ഇതിനകത്ത് പ്രതിയാകുന്നത്. അപ്പോൾ എന്തായാലും വളരെ വളരെ കൗതുകമുള്ള ഒരു വാർത്തയായി നിൽക്കുന്നു. 2019 മുതൽ 26 വരെ എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതിനുള്ള നടപടികൾ, അത് കണ്ടെത്താനുള്ള നടപടികൾ നടക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു വലിയ പ്രശ്നം യഥാർത്ഥ തൊണ്ടി മുതൽ ഇപ്പോഴും എവിടെയാണ് എന്ന് നാളിതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല.